തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി CP ജോൺ സജീവ പ്രചരണത്തിൽ തന്നെയാണ്. നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടിനിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആവേശം വന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലം വലിയ ചർച്ചയാണ്. ആന്റണി രാജു പ്രചാരണത്തിന് ഇറങ്ങാത്തത് LDF ക്യാമ്പിൽ വലിയ ചർച്ചയാണ്. ആന്റണി രാജു ഇറങ്ങേണ്ടതായിരുന്നോ? ഞാൻ അടുത്ത സമയത്തൊന്നും ആന്റണി രാജുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അതിനകത്തുള്ളത് പിന്നെ പൊളിറ്റിക്സാണ് ബാക്കിയുള്ളത്. ആ പാർട്ടിക്ക് സീറ്റ് കൊടുത്തില്ല എന്നോ മറ്റോ ആയിരിക്കണം. 5 വർഷക്കാലം MLA ആയിരുന്ന ആന്റണി രാജു ഈ പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുന്നത് എന്ത് സന്ദേശം നൽകും? ആന്റണി രാജു മാത്രമൊന്നുമല്ലല്ലോ ഇറങ്ങാത്തത്, G. സുധാകരൻ ഇറങ്ങിയിരിക്കുകയല്ലേ നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നായിട്ടല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത് ഇറക്കത്തിൻ്റെ കാലമാണ്. അതുപോലെ ആന്റണി രാജു ഇറങ്ങുമെന്ന് അറിയില്ല. ആന്റണി രാജുവിൻ്റെ ഒരു വോട്ടഭ്യർത്ഥന വീഡിയോ CPM-ൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മതിയാകുമോ? അത് ആന്റണി രാജു അല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? അത് അവരുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ മുന്നണിക്കകത്ത് നടക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പൊതുവെ എല്ലായിടത്തും UDF ഉന്നയിക്കുന്നൊരു വിഷയം CPM BJP ഡീലുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളിൽ അങ്ങനെ ഡീലുണ്ടോ? പൊതുവിൽ അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞും അറിയാതെയൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും കോൺഗ്രസ് വിരുദ്ധരാണ്. പക്ഷേ ഇന്ന് ഞാൻ CPM-നെ എല്ലാവരെയും കൂടെ ഒരു ബ്രാക്കറ്റിൽ നിർത്തുന്നില്ല. അതിനകത്ത് ഇത്തരത്തിലുള്ള ഡീലുകൾക്ക് എതിരായിട്ടൊക്കെയുള്ള നല്ല വികാരങ്ങളുണ്ടെന്ന് അറിയുന്ന കുറേ ആളുകളിൽ ഒരാളാണല്ലോ ഞാൻ CPM-ലെ എല്ലാവരെയും ഒരുമിച്ച് എതിർക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നത് UDF ഭരണത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. CMPയുടെ കാഴ്ചപ്പാട് എന്താണ്? CMPയുടെ കാഴ്ചപ്പാട് ആ കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. ഒരു പാർട്ടിയുടെ നേതാവിനെ ആ പാർട്ടി തീരുമാനിക്കണം. CMPയുടെ നേതാവിനെ മറ്റൊരു പാർട്ടി തീരുമാനിക്കണ്ട. കോൺഗ്രസിൻ്റെ നേതാവിനെ കോൺഗ്രസ് തീരുമാനിക്കും. അങ്ങനെ പാർട്ടികൾ തീരുമാനിച്ച് ഉറപ്പിച്ച് എടുക്കുന്ന നേതൃത്വങ്ങളുടെ ഒരു മുന്നണിയാണ് UDF. അപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ ACCയുടെ കൂടെയാണ്. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കത്തിനൊന്നും തന്നെ CMP ഇല്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ACCക്ക് പൂർണ്ണമായി വിടുന്നു. അത് ആരുടെ പേരാണെങ്കിലും അംഗീകരിക്കും എന്ന നിലപാടാണ് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ CMPയുടെ നിലപാട്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.